നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ചീഫ് വിപ്പ് പി.സി. ജോർജ് വീണ്ടും. സംസ്ഥാനത്തെ ഭരണം തകർന്നെന്നും ഉത്തരവാദി കോൺഗ്രസ് എന്നും പി.സി. ജോർജ്. റബ്ബർ സംഭരണ കാര്യത്തിൽ സർക്കാർ മാന്യതയും അന്തസ്സും കാണിക്കണമെന്നും പി.സി. ജോർജ്. ആർ.എസ്.എസ്. നേതാവ് കതിരൂരിലെ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി കോടതിയിൽ കീഴടങ്ങിയത് കതിരൂരിലെ നന്ദ്യത്ത് വിനോദ്. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ദുരിതപർവ്വത്തിന് അറുതിയായില്ല. ശുദ്ധജലവും നല്ല ഭക്ഷണവും അടിസ്ഥാന സൗകര്യവും ഇപ്പോഴും അകലെ. രാവിലെ ഹോസ്റ്റലിൽ നിന്നും ഉപ്മാവ് കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും. കൃഷിനാശത്തിനുള്ള ധനസഹായം വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെ ഏത്തവാഴ കൃഷിക്ക് നൽകി വന്ന ധനസഹായവും നിലച്ചു. കർഷകർ ദുരിതത്തിൽ. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച നിയമത്തിലെ അവ്യക്തതയും അവബോധമില്ലായ്മയും സംസ്ഥാനത്തെ കാട കർഷകർ പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ വിശദമായി. സർക്കാരിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ചീഫ് വിപ്പ് പി.സി. ജോർജ്. സംസ്ഥാനത്തെ ഭരണം തകർന്നെന്നും ഇതിന് ഉത്തരവാദി കോൺഗ്രസ് ആണെന്നും പി.സി. ജോർജ് തലപ്പറമ്പിൽ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു. റബ്ബർ സംഭരണ കാര്യത്തിൽ സർക്കാർ മാന്യതയും അന്തസ്സും കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഭരണം തകർന്നതിന് പ്രധാന ഉത്തരവാദി കോൺഗ്രസ് ആണ്. മുസ്ലിം ലീഗ് അവരുടെ വകുപ്പുകൾ നശിപ്പിച്ചു. കോൺഗ്രസിന്റെ കുഴപ്പം സുധീറിനെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ വേറുള്ളത്. എന്ന് പറയുന്ന മഹാനായ നേതാവ് മൗനി ബാബയായി പഴയ മൻമോഹൻ സിംഗ് വേണ്ടി ഉണ്ടായിരിക്കും. ഞാൻ ഈ AKM ഇല്ലാതെ ഡൽഹിയില് 9 കൊല്ലം ഭരിച്ചില്ലേ രാജ്യം. അങ്ങനെ കഴിയില്ലാണ് കേരളത്തിൽ റബ്ബർ കൃഷിക്കാരൻ പട്ടിണിക്ക് പോകാൻ വേറുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും മിണ്ടാൻ പേടി ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ, കാരണം സ്ഥാനം പോകുന്നത്. ഈ ഭരണം തകർന്നു. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണം. വേറെ ആരും പറയണ്ട, കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം. മുസ്ലിം ലീഗ് അവരുടെ കാര്യം നോക്കുന്നു, അവരുടെ പാർട്ടിയുടെ കാര്യം നോക്കുന്നു. അതിന് കുറ്റപ്പെടുത്താൻ ആവശ്യം. റബ്ബർ സംഭരണ കാര്യത്തിൽ സർക്കാർ അന്തസ്സുകെട്ട സമീപനമാണ് സ്വീകരിച്ചത്. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ കർഷകരുടെ ശത്രുവാണ്. കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ചാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. മാന്യതയുണ്ടെങ്കിൽ സർക്കാർ 150 രൂപ വെച്ച് റബ്ബർ സംഭരിക്കണം. കേരള സർക്കാർ റബ്ബർ കർഷകരിൽ നിന്ന് ടാക്സായി വരുന്നുണ്ടെങ്കിൽ അത് മര്യാദയോ മാന്യതയോ ഉണ്ടെങ്കിൽ കേരള സർക്കാർ 150 രൂപ വില വെച്ച് റബ്ബർ സംഭരിക്കും. മിനിമം 150 രൂപ വെച്ച് റബ്ബർ സംഭരിക്കണം. ആ റബ്ബർ മുഴുവൻ എന്നിട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ റോഡുകളും ഗ്രാമീണ റോഡുകളും പീഡന റോഡുകളും മുഴുവൻ ടാർ ചെയ്യാൻ റബ്ബറൈസ്ഡ് ബിറ്റുവിൻ ഉപയോഗിക്കണം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ധനമന്ത്രി ചിദംബരവും ചെയ്തത് കൊടും ക്രൂരതയാണ്. റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ട. കേരള ഭരണം ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾ കൂടെ ഉണ്ടാകുമോ എന്ന് കേരള കോൺഗ്രസും ശ്രദ്ധിക്കണം. ABVPക്കെതിരെയുള്ള കേസുകൾ ഉമ്മൻചാണ്ടി തള്ളിയതിൽ തെറ്റില്ല. നിരപരാധികൾക്കെതിരെയാണ് കേസെടുത്തത്. ഇത്തരത്തിൽ CPM തള്ളിയ കേസുകളുടെ പട്ടിക അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. AK ആന്റണി പല കാര്യത്തിലും മൗനി ബാബയാണ്. റബ്ബർ സംഭരണ കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ആർ.എസ്.എസ്. നേതാവ് കതിരൂരിലെ മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഒരു CPM പ്രവർത്തകൻ കൂടി കോടതിയിൽ കീഴടങ്ങി. കതിരൂരിലെ നന്ദ്യത്ത് വിനോദാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കൊലയാളി സംഘത്തിലെ അംഗമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് വിനോദിനെ പ്രതി ചേർത്ത് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കേസിൽ പ്രതികളായ 2 പേർ തിങ്കളാഴ്ച കോടതിയിൽ കീഴടങ്ങിയിരുന്നു. രണ്ടാം പ്രതി CPM പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ പാട്യം കിഴക്കേ കതിരൂരിലെ കുനിയിൽ വീട്ടിൽ ജിനേഷ്, 6ാം പ്രതി നിർമ്മാണ തൊഴിലാളിയായ കതിരൂർ എരുവെട്ടി ചോള വീട്ടിൽ ടി സുജിത്ത് എന്നിവരാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഉപ്പുമാവ് കഴിച്ച വിദ്യാർത്ഥിനികൾക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെ ദുരിതം വിടാതെ പിന്തുടരുന്നു. ശുദ്ധജലമടക്കം ലഭ്യമല്ലാത്ത സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിൽ നിന്നുള്ള വെള്ളിയാഴ്ചത്തെ വാർത്തയാണിത്.
വെള്ളവുമില്ല വെളിച്ചവുമില്ലെന്ന് വിദ്യാർത്ഥിനികൾ പലവട്ടം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രം. സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ ദുരിത വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. PT ഉഷ തുടങ്ങിയവർ ഏറെക്കാലം താമസിച്ചു പഠിച്ച ഹോസ്റ്റൽ കൂടിയാണിത്. അടിസ്ഥാന സൗകര്യങ്ങളോ വെള്ളമോ നല്ല ഭക്ഷണമോ ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം MP അടക്കമുള്ളവർ ഹോസ്റ്റൽ സന്ദർശിച്ച് എല്ലാറ്റിനും ഉടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഹോസ്റ്റലിൽ നിന്നും ഉപ്പുമാവ് കഴിച്ച വിദ്യാർത്ഥിനികൾക്ക് ദേഹാസ്വസ്ഥ്യവും ഛർദിയുമുണ്ടായി. ക്ലാസ് മുറികളിലാണ് വിദ്യാർത്ഥിനികൾ ഛർദിച്ചത്. നെയ്യ് കൂടുതൽ ഒഴിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ് പ്രശ്നമായത്. ഏറെ നാളായി ഉപ്പുമാവ് തിന്ന് മടുത്തെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. കഠിനമായിട്ട് വർക്ക് ചെയ്ത് ക്ഷീണിച്ചാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ശേഷം ഫുഡ് കഴിക്കാൻ പോയ എല്ലാ കുട്ടികൾക്കും കിട്ടിയത് നല്ല കട്ട നെയ്യായിട്ട് ഉപ്പുമാവ് കിടക്കുന്നതാണ്. 3 ദിവസം അടുപ്പിച്ചാണ് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് കിട്ടിയത്, ഉപ്പുമാവ് കിട്ടിയത്. അതും ആർക്കും കഴിക്കാൻ പറ്റില്ല. ഇന്ന് കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയത് കിട്ടിയ ഫുഡ് അവിടെ വെച്ചിട്ട് വിശന്നുകൊണ്ട് ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് എല്ലാവരും ഇന്ന് കരയായിരുന്നു. ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് HM പറഞ്ഞ ക്ലാസ്സിൽ കയറിയിരിക്കും. ഞങ്ങൾക്ക് എങ്ങനെ ക്ലാസ്സിൽ കയറിയിരിക്കാൻ പറ്റും? ഇവരുടെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്കിപ്പോൾ ഫുഡ് ആരുടെയും നിയമം എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കണം. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പരിഹാരം ഇവിടെ വന്നിട്ടില്ല. നാളെയൊക്കെ ഇന്ന് കളക്ടർ വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കളക്ടറിനോട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും സ്കിൻ പ്രോബ്ലമാണ്. ഇവിടുത്തെ ടാങ്ക് 6 വർഷമായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്ന് വർക്ക് ചെയ്തിട്ട് കുളിക്കാൻ പോയ കുട്ടികൾക്ക് ആരുടെയും പൈപ്പിൽ വെള്ളമില്ല. DD പറഞ്ഞാൽ ഞങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ കല്ലൊക്കെ പഴുത്ത് ഒലിക്കാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും വർക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ വേണ്ടത് സ്പോർട്സ് ആണല്ലോ ഞങ്ങൾക്ക് ഇവിടെ പ്രധാനം. ഇപ്പോൾ സ്പോർട്സ് ചെയ്യാൻ പോലും ഇവിടെ ആർക്കും പറ്റുന്നില്ല. നടക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഞങ്ങൾ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേക്കുന്നത് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഹോസ്റ്റലിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ഭാവി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. വിവരമറിഞ്ഞ് DDE ദിനേശൻ മഠത്തിൽ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിലെ ദുരിതത്തെക്കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞതെന്നായിരുന്നു DDEയുടെ പ്രതികരണം. സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്ഥലപരിമിതിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയപ്പോഴുണ്ടായിരുന്നു. ഇവിടെ ഒരു 3 നില ബിൽഡിംഗ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ 1ാമത്തെ നില ഈ ജനുവരിയിൽ തീരും. ഈ 1ാമത്തെ നില ജനുവരിയിൽ തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. 2ാമത്തെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഏതായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിങ് വളരെ ശക്തമായിട്ട് രൂപീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അടക്കം പ്രാതിനിധ്യം ഭക്ഷണ കമ്മിറ്റിയിലും അതിൻ്റെ മോണിറ്ററിങ്ങിലും ഉണ്ടാകത്തക്ക കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 20-ാം തീയതി അതിന് വേണ്ടിയിട്ടുള്ള ഒരു PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളെ അടക്കമുള്ള 20-ാം തീയതി മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. കായിക ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറേണ്ട വിദ്യാർത്ഥിനികൾ ഏറെയുണ്ടിവിടെ. എന്നാൽ അവരോട് നീതി കാണിക്കാൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനുമടക്കം കഴിയുന്നില്ലെന്ന് മാത്രം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളികൾ 5 ദിവസമായി നടത്തുന്ന താലൂക്ക് ഓഫീസ് സത്യാഗ്രഹം സമാപിച്ചു. സമാപന ദിവസം കണ്ണൂരിൽ നടന്ന സത്യാഗ്രഹം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CP മുരളി ഉദ്ഘാടനം ചെയ്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഈ സമരത്തിലുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരാളെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. നയങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി ഈ ക്ഷേമനിധി ബോർഡിനെ കൊല ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അതങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സിലുള്ളൂ മിസ്റ്റർ ഷിബു ബേബി ജോൺ എന്നാണ് ഞങ്ങൾ 5 ദിവസമായി ഈ താലൂക്കുകളുടെ മുമ്പിൽ ഞങ്ങൾ ഇരുന്ന് പറയുന്നത്. VC പവിത്രൻ അധ്യക്ഷത വഹിച്ചു. M വേലായുധൻ, മടക്കര ദാമോദരൻ, A ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടത്തിവന്ന സത്യാഗ്രഹത്തിന്റെ സമാപനം ശ്രീ കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമായി മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഈ രംഗത്ത് ജോലി ചെയ്യുന്ന 10,000-കണക്കിന് തൊഴിലാളികൾ അവർ തൊഴിലില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് തൊഴിലില്ലാതായ സാമ്പത്തിക മേഖല ആകെ സമീപിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു വിഷയമായി നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി അത് മൂർച്ഛിച്ചിരിക്കുന്നു.
നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, മണൽ ഖനന നിരോധനം പിൻവലിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചദിന സത്യാഗ്രഹം നടത്തിയത്. സമാപന ചടങ്ങിൽ INTUC നേതാവ് MS കുമാർ അധ്യക്ഷത വഹിച്ചു. OP ഭാസ്കരൻ, ARC നായർ, K കരുണാകരൻ, മണിയമ്പാറ കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തളിപ്പറമ്പ്. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ പാവന്നൂരിൽ RSS BJP കൊടിമരങ്ങളും പതാകകളും പ്രചാരണ സാമഗ്രികളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. വ്യാഴാഴ്ച രാത്രിയിൽ പ്രകടനമായി എത്തിയ CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. പാവന്നൂർ ALP സ്കൂളിന് മുൻവശം, അംഗൻവാടി തുടങ്ങി നിരവധിയിടങ്ങളിലെ RSS BJP കൊടിമരങ്ങളും പതാകകളും പ്രചരണ സാമഗ്രികളുമാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. BJP ജില്ലാ കമ്മിറ്റി അംഗം KK നാരായണന്റെ പിടികയും അക്രമികൾ ഭാഗികമായി തകർത്തു. മയിലു സ്കൂളിലെ SFI നേതാവ് PV ശ്രീരാഗിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പ്രകടനമായി എത്തിയ CPM പ്രവർത്തകരായിരുന്നു അക്രമം നടത്തിയതെന്നും ഇവർ പറഞ്ഞു. ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചതിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനവും വളരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുമ്പ് കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ മറവിൽ ദുഷ്പ്രചരണം നടത്തിയും കൊലവിളി നടത്തിയും നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന വ്യാമോഹത്തോടുകൂടി CPM മയിൽ മേഖലയിൽ വ്യാപകമായി പ്രതിഷേധ പ്രകടനവും കൊടി പ്രചരണ സാമഗ്രികളൊക്കെ നശിപ്പിക്കുന്ന പ്രവണതയാണ്. ഇതിനെതിരെ BJP ശക്തമായി പ്രതികരിക്കണമെന്നും മയിൽ ഹൈസ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് സമഗ്രമായി ശാസ്ത്രീയമായി അന്വേഷണം നടത്തണമെന്നും സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നും BJP ജില്ലാ സെക്രട്ടറി EP ഗംഗാധരൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിയെ ആക്രമിച്ചുവെന്നത് CPM കളിച്ച നാടകമാണെന്നും മയിലിൽ വാർത്താ സമ്മേളനത്തിൽ ഗംഗാധരൻ ആരോപിച്ചു. ഈ കുട്ടിയെ ആക്രമിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അത് SDPIക്കാരാണെന്നാണ് കുട്ടിയുടെ അച്ഛനും കുട്ടിയൊക്കെ പറയുന്നത്. അവരുടെ സംഘടന SFIയുടെ പ്രസ്താവന ഇന്നലെ പത്രത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ കണ്ടത് SDPIക്കാരാണെന്നാണ്. പക്ഷേ പെട്ടെന്ന് ഒരു മണിക്കൂറിന് ശേഷം അത് അവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP RSSകാരാണ് ഇത് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള അക്രമം. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് RSSനും BJPക്ക് നേരെ അവർ വാളോടുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്താനാണ് BJPക്ക് പറയാനുള്ളത്. BJP തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് M രാഘവൻ, മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഗോപാലൻ, P കൃഷ്ണൻ, C രമേശൻ, K രവീന്ദ്രൻ, P ഗംഗാധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മയിൽ. ലോഡ്ജിൽ നിന്നും 3 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ആലക്കോട് മൊറാനിയിലെ മാളിയക്കൽ ഹൌസിൽ വർഗീസിന്റെ മകൻ ഷജിയാണ് അറസ്റ്റിലായത്. പൂക്കോത്ത് നടക്കടുത്തുള്ള റോയൽ ലോഡ്ജിലെ താമസക്കാരനായ എറണാകുളം കിഴക്കമ്പലം പഴങ്ങനാട്ടെ സനീഷ് സജിയുടെ ബാഗിൽ നിന്നാണ് പണം കവർന്നത്. വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനൊപ്പം തളിപ്പറമ്പിലെത്തിയതായിരുന്നു ബനീഷ്. സുഹൃത്തിനൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ ഷാജി ഉൾപ്പെടെ 3-അംഗ സംഘം മുറി കുത്തിത്തുറന്ന് അകത്ത് കടന്ന് പണം കവരുകയായിരുന്നു. ഷാജിക്ക് പുറമെ 2 പേർ കൂടി പ്രതികളാണ്. ഇവർ അന്യസംസ്ഥാനങ്ങളിലേക്ക് കടന്നതായാണ് സൂചന. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പ് CI K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷാജിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് തെളിവെടുപ്പിൽ ഷാജിയുടെ വീട്ടിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ 35,000 രൂപ കണ്ടെടുത്തു. ഷാജി നിരവധി പോക്കറ്റ് കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. RSSനെയും BJPയെയും പ്രീതിപ്പെടുത്തുന്ന UDF സർക്കാർ നടപടികൾക്കെതിരെ LDF ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. നേതാക്കൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 24-ന് തളിപ്പറമ്പ്, 25-ന് പഴയങ്ങാടി, 30-ന് മട്ടന്നൂർ, 31-ന് കൂത്തുപറമ്പ്, നവംബർ 1-ന് തലശ്ശേരി എന്നിവിടങ്ങളിലാണ് സെമിനാർ. കോടിയേരി ബാലകൃഷ്ണൻ, മാത്യു T തോമസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സെമിനാറുകളിൽ പങ്കെടുക്കും. സഹകരിക്കുന്ന പാർട്ടികളും ശക്തമായ രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കും. അതിന്റെ ഭാഗമായി ഗവൺമെന്റ് നയത്തിന് പരസ്യമായി തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളരെ വിപുലമായ രീതിയിൽ പങ്കാളിത്തത്തോടുകൂടിയുള്ള സെമിനാർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ സംസ്ഥാനത്തെ ഇടപെട്ട ജനാധിപത്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതുപോലെ തന്നെ ആധികാരികമായ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന അഭിഭാഷകരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ
ഈ സമീപനത്തെ തിരുത്തേണ്ടതുണ്ട്. ക്രിമിനൽ കേസിൽ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു രീതിയിലെ വിട്ടുവീഴ്ചയും സ്വീകരിക്കണം. പക്ഷെ ദേശവിരുദ്ധ നിയമം ഉപയോഗിച്ചുകൊണ്ട് പ്രസിദ്ധി കൈകാര്യം ചെയ്യുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. കെ പി സഹദേവൻ, എം വി ജയരാജൻ, സി രവീന്ദ്രൻ, കെ കെ ജയപ്രകാശ്, വി രാജേഷ് പ്രേം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൃഷിനാശത്തിനുള്ള ധനസഹായം വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെ ഏത്തവാഴ കൃഷിക്ക് നൽകി വന്നിരുന്ന ധനസഹായവും ഇത്തവണ കർഷകർക്ക് ലഭിച്ചില്ല. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം അനുവദിച്ചിരുന്ന ധനസഹായം സംബന്ധിച്ച് ഉത്തരവ് ലഭിച്ചില്ലെന്നാണ് കൃഷിഭവൻ ജീവനക്കാർ പറഞ്ഞത്. ഏത്തവാഴ കൃഷി ചെയ്തവർക്ക് വാഴയ്ക്ക് ഒന്നിന് 10 രൂപ 50 പൈസ നിരക്കിലായിരുന്നു ധനസഹായം അനുവദിച്ചിരുന്നത്. ഒരേക്കറിൽ പരമാവധി 1000 വാഴകൾക്കും 1 ഹെക്ടറിൽ പരമാവധി 2500 വാഴകൾക്കുമാണ് ധനസഹായം ലഭിച്ചിരുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായത്തിന്റെ അപേക്ഷ ആഗസ്റ്റ് മാസത്തോടുകൂടി കൃഷിവകുപ്പ് സ്വീകരിക്കായിരുന്നു പതിവ്. ഇക്കുറി ഒക്ടോബർ 17 പിന്നിട്ടിട്ടും അപേക്ഷ സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കൃഷി ഇറക്കുന്നതിനും വളങ്ങൾ ചെയ്ത് പരിപാലിക്കുന്നതിനുമായി വൻതുക ചിലവാകുന്നുണ്ട്. പദ്ധതി സംബന്ധിച്ച് അറിയിപ്പ് ലഭിക്കാത്തത് മൂലമാണ് അപേക്ഷ സ്വീകരിക്കാത്തത് എന്ന് കൃഷിവകുപ്പ് ജീവനക്കാർ പറഞ്ഞു. രാസവളങ്ങളാലും പണിക്കൂലിയാലും വന്ന അനിയന്ത്രിതമായ വർധനവിന് പുറമെ ലഭിച്ചിരുന്ന ധനസഹായവും നിലച്ചത് കർഷകരെ കടുത്ത ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. സോഷ്യൽ ഡെമോക്രാറ്റിക് യൂണിയൻ പ്രവർത്തകർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ വകുപ്പിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു സമരം. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സാധനമാണ് മണൽ എന്ന് പറയുന്നത്. നമുക്കറിയുന്നതാണ്, മുൻകാലങ്ങളിലൊക്കെ ഒരു കാൽ ചെയ്താൽ നമ്മുടെ ദേശമൊക്കെ വളരെ ആത്മനായ ഒരു മണൽ എത്തിയുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലടക്കം കേരള സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മണലിന് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സി മഷൂദ്, പി കെ ഷഫീഖ്, റഷീദ് തില്ലങ്കേരി, കെ വി റിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സർവീസ് പരിഷ്കരണം ഒരു ജനാധിപത്യ പ്രക്ഷോഭമാണ്. സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായുള്ള സന്ദേശയാത്ര പര്യടനം തുടരും. തളിപ്പറമ്പിൽ യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. പ്രധാനമായും പറയുകയാണെങ്കിൽ സർവീസിലുള്ള എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തി ഒരു കോമൺ പൂൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളിലൊന്ന്. അതിൽ ഒരേ PSC റാങ്കിൽ നിന്നും അഡ്വൈസ് കിട്ടുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ആയി പോകുന്നു എന്നുള്ളതിന്റെ കാരണത്താൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തപ്പെടുകയും പ്രൊമോഷൻ, അതേപോലെ ശമ്പള വർധനവ് തുടങ്ങിയ പല കാര്യങ്ങളിലും പിന്നോട്ടടിച്ചു പോകുന്നവരും, എന്നാൽ നമ്പർ ക്രമത്തിന്റെ അഡ്വൈസ് ലഭിക്കുന്നതിന്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽ മാത്രം പല മേഖലകളിലും പെട്ടെന്ന് ഉയർന്നു പോകുന്നവരും ഒക്കെയുള്ള ഒരു ഏറ്റക്കുറച്ചിലുകളും അനീതിയും നമ്മുടെ സർവീസ് രംഗത്തുണ്ട്. സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 31 വരെയാണ് ക്യാമ്പയിൻ നടക്കുക. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നാണ് സന്ദേശയാത്ര ആരംഭിച്ചത്. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് യാത്രയ്ക്ക് സ്വീകരണം നൽകി. ജാഥ ലീഡർ പി ക്ലീറ്റസ്, CP അബ്ദുൽ ജബ്ബാർ, റാഫി ചർച്ചമ്പലപ്പള്ളി, KK ഇസ്മായിൽ, TA ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. യാത്ര നവംബർ 1 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച നിയമത്തിലെ അവ്യക്തതയും അവബോധമില്ലായ്മയും സംസ്ഥാനത്തെ കാട കർഷകരെ അങ്കലാപ്പിലാക്കുന്നു. കാടയെ വന്യജീവി വിഭാഗത്തിൽപ്പെടുത്തി വനം പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കിയത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. സ്വയം തൊഴിലെന്ന നിലയ്ക്കാണ് വീടുകളിലും ഫാമുകളിലുമെല്ലാം കാടകൃഷി നടത്തുന്നത്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് ലഭിക്കുന്നുമുണ്ട്. കാട വളർത്തലിന് അനുമതിയോ അംഗീകാരമോ നൽകരുതെന്നും നിലവിലെ ഫാമുകൾ വിപുലീകരിക്കാൻ ലൈസൻസ് നൽകരുതെന്നും കാണിച്ച 2011 സെപ്റ്റംബറിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ കാടകർഷകർ ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2012 ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാട വളർത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഒരുപാട് കർഷകർ ഈ കാടകൃഷി മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരെ ഈ കൃഷി കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് അല്ലെങ്കിൽ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വന്യജീവികളെ സംരക്ഷിക്കുക എന്നതെന്ന് മാത്രമാണ്. പക്ഷെ നമ്മളൊക്കെ ഈ കൃഷി നടത്തുന്നതെന്ന് വെച്ചാൽ ഇവിടെ ബ്രീഡർ എടുക്കുന്ന ഈ കാടക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് ഇതിന്റെ കൃഷി നടത്തുന്നത്. ഞങ്ങൾ മാത്രമല്ല, പൊതുവെ കാടകൃഷി നടത്തുന്ന എല്ലാവരും ഈ ബ്രീഡർ എടുക്കുന്ന വളർത്തുന്ന കാടക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് വംശനാശത്തിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ജാപ്പനീസ് കൊയിൽ ഇനത്തിലുള്ള കാടപ്പക്ഷികളെ
1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 4ാം ഉപവകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമപ്രകാരം ഇത്തരം ജീവികളെ കൊല്ലാനോ വേട്ടയാടാനോ പാടില്ല. എന്നാൽ മുട്ടയ്ക്കും ഇറച്ചിക്കുമായി വളർത്തുന്നവയാണ് ഈ ഇനം കാടകളെന്നതും ഇവയെ ജപ്പാനിൽ നിന്നും മുൻപ് ഇത്തരമൊരാവശ്യത്തിന് ഇറക്കുമതി ചെയ്തതാണെന്നും ഡോക്ടർമാരും പറയുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ഇന്ത്യൻ കാടപക്ഷികൾ കൊട്ടൂർണിയസ് ഇൻഡിക്കസ് വിഭാഗത്തിലാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഏതാനും മാസം മുൻപ് മലപ്പുറം എടപ്പാളിൽ കാടകളെ കൂട്ടത്തോടെ കൊന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു SPCA അംഗം കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയതിനെ തുടർന്നാണ് വീണ്ടും മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നതും. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. വിലക്കയറ്റത്തിനെതിരെ CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI ശ്രീകണ്ഠാപുരം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തി 3 വർഷക്കാലം കൊണ്ട് 4,700 കോടി രൂപയുടെ അധിക നികുതിയാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. മണ്ഡലം സെക്രട്ടറി PK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ED മഹേഷ് കുമാർ, C രവീന്ദ്രൻ, KK സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ചെങ്ങളായി കടവിലേക്കുള്ള റോഡ് അടച്ചതുമായി ബന്ധപ്പെട്ട് ചെങ്ങളായി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. മലപ്പട്ടം ചെങ്ങളായി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 200 മീറ്റർ റോഡാണ് ചിലർ കല്ലുവെച്ച് കെട്ടി തടസ്സപ്പെടുത്തിയത്. കാൽനട യാത്ര പോലും ഇതുവഴി സാധ്യമാകാത്ത അവസ്ഥയാണ്. ഇത് വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മിനീഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ബോർഡ് യോഗം നടന്നു. പിന്നീട് നടന്ന ചർച്ചയിൽ പള്ളി കമ്മിറ്റിയുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചർച്ചയും നടത്തി. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പരിഹാരമുണ്ടാക്കാൻ ബോർഡ് യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. 4 മാസം പ്രായമായ മോദി സർക്കാർ മംഗൾയാൻ വിക്ഷേപണത്തിന്റെ നേട്ടം സ്വന്തമാക്കാൻ ശ്രമിച്ചതിലൂടെ കപട വിപ്ലവകാരിയാണെന്ന് താനെന്ന് മോദി തെളിയിച്ചുവെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി. നടുവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടേതാണെന്ന് അമേരിക്കയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പറയാൻ സാധിച്ചത് ഈ രാജ്യത്ത് BJP-ക്കാരന്റെ ഒരു സംഭാവന കൊണ്ടുമല്ല. 6 പതിറ്റാണ്ടോളം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ അവർ നേതൃത്വ ഗവൺമെന്റുകളുടെ ആസൂത്രണമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് അന്തസ്സോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 4 മാസം പിന്നിട്ട ഇന്ത്യയുടെ മോഡി ഗവൺമെന്റിന് ആ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ വെച്ച് ഊറ്റം കൊള്ളാൻ സാധിച്ചത്. അല്ലാതെ 4 മാസത്തെ മോഡിയുടെ പ്രവർത്തനം കൊണ്ടാണോ? ശാസ്ത്രജ്ഞന്മാരുടെ വർഷങ്ങളുടെ അധ്വാന ഫലമാണ് മംഗൾയാൻ വിക്ഷേപണം നടത്തിയത്. ഇതുൾപ്പെടെ ശാസ്ത്രരംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടം ജവഹർലാൽ നെഹ്റുവിലൂടെ കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ ഫലമാണ്. ഗാന്ധിജിയുടെ വഴിയിലൂടെ ശാസ്ത്രരംഗത്ത് ഇന്ത്യ നേടിയ നേട്ടം കോൺഗ്രസിന്റെ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോഷി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് പുല്ലാട്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TC രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ബിനോയ്, K ഗോവിന്ദൻ, ഷാജി പാണംകുഴി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. മടൂർ ദീനദയാൽജി സ്മാരക സേവാ സമിതി ജൻധൻ യോജന ക്യാമ്പ് മാരാർജി സ്മൃതി മണ്ഡപത്തിൽ നടന്നു. സിൻഡിക്കേറ്റ് ബാങ്ക് തളിപ്പറമ്പ് ശാഖാ മാനേജർ സത്യനാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ജനക്ഷേമ പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ എല്ലാം അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഈ ജനുവരി 26 7 കോടി കുടുംബങ്ങളെയും ഇതുമായി ബന്ധിപ്പിക്കുക എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൽ ഏകദേശം ഈ പദ്ധതി വളരെയധികം സക്സസ് ആണെന്ന് പറയുന്നതിൽ താങ്കൾക്കറിയാം. ഈ പദ്ധതി വളരെയധികം സക്സസ് ആണ്. ഉത്തരേന്ത്യയിൽ പലരും വാശിയോടെ മിക്കവാറും കുടുംബങ്ങൾ ഈ അക്കൗണ്ടിൽ തീർന്നു കഴിഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ 4 കോടിയോളം കുടുംബങ്ങൾ ഇതിന് അംഗമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൌണ്ട് എന്ന ജൻധൻ യോജന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ മഴൂരിലുള്ള എല്ലാവർക്കും സൌകര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ വാസുദേവൻ നമ്പൂതിരി ക്ലാസ് എടുത്തു. AP നാരായണൻ, C മാധവൻ, N ചന്ദ്രൻ, TT സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. 17ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബർ 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള നിർവഹിച്ചു. ഇങ്ങനെയുള്ളൊരു കുട്ടി ഇപ്പൊ ഡിഗ്രി പറഞ്ഞൊരു ജനിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഷോക്ക് ആൻഡ് ഗ്രീഫാണ് പാരന്റ്സിന് തന്നെ ഉണ്ടാകുന്നത്.
പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരു വലിയ പരിഹാസം കൂടി എത്തിച്ചേരുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അതീതമാണ് എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു പ്രോജക്ട് തന്നെ ഡിസൈൻ ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ DDE ദിനേശൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ ലോഗോ ഏറ്റുവാങ്ങി. T പ്രകാശൻ, OK ജയകൃഷ്ണൻ, NV പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ ആർട്ടിസ്റ്റ് ശശികലയാണ് ലോഗോ തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വകുപ്പടിസ്ഥാനത്തിൽ ജീവനക്കാരെ തരംതിരിച്ച് നിലനിർത്തുന്ന നിലവിലെ സംവിധാനത്തിന് പകരമായി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ മുഴുവൻ ജീവനക്കാരെയും ഉൾപ്പെടുത്തി പൊതുഭരണ വകുപ്പിന് കീഴിൽ ഒരു കോമൺ പൂൾ സൃഷ്ടിക്കണമെന്ന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബിലാൽ ബാബു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിവിധ വകുപ്പുകളും തസ്തികകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്പെഷ്യൽ റൂളുകൾ സംയോജിപ്പിച്ചാൽ ഭരണപരമായ അസൌകര്യങ്ങളും ഒട്ടേറെ സർവീസ് പ്രശ്നങ്ങളും പരിഹരിക്കാനാകും. ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്ത വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇപ്പോൾ സ്ഥാനക്കയറ്റത്തിന്റെ കാര്യത്തിൽ നേരിടുന്ന അസന്തുലിതത്വം അവസാനിപ്പിക്കാനും ഇതിലൂടെ കഴിയും. വിവിധ വകുപ്പുകൾക്കിടയിലെ ആരോഗ്യകരമായ സഹകരണത്തിനും പ്രായോഗിക അനുഭവങ്ങളുടെ പങ്കിടലിനും സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തിനും ഇത് വലിയ അർത്ഥത്തിൽ ഗുണകരമാകും. ജീവനക്കാരുടെ കോമൺ പൂളിന്റെ തുടർച്ചയായാണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് രൂപീകരിക്കേണ്ടത്. എല്ലാ വകുപ്പുകൾക്കും തുല്യ അവസരവും പരിഗണനയും സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നൽകണം. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടും 18 വകുപ്പുകളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള നിലവിലെ തീരുമാനം പിൻവലിക്കണം. നിലവിലുള്ള ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാത്ത വിധം നേരിട്ടുള്ള നിയമനത്തിനും തസ്തികമാറ്റം വഴിയുള്ള നിയമനത്തിനും അവസരങ്ങൾ ഉണ്ടാവുന്ന രൂപത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കണം. നിർദ്ദേശങ്ങളും ആശയങ്ങളും വിപുലമായ ചർച്ചകൾക്ക് വിധേയമാക്കാനായി സർവീസ് പരിഷ്കരണം ഒരു ജനാധിപത്യ പ്രക്ഷോഭമാണ് എന്ന തലക്കെട്ടിൽ അസിറ്റ് നടത്തുന്ന സംസ്ഥാന ക്യാമ്പയിനിന്റെ ഭാഗമായി ഒക്ടോബർ 16 മുതൽ നവംബർ 1 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അസിറ്റ് സംസ്ഥാന പ്രസിഡന്റ് P ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ സന്ദേശയാത്ര നടത്തുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം രഹ്ന, ജില്ലാ സെക്രട്ടറി ആനന്ദ്കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലയിൽ അനധികൃത മണൽ കടത്ത് സജീവം. കുറുമാത്തൂരിൽ നിന്നും അനധികൃതമായി മിനിലോറിയിൽ കടത്തിയ മണൽ തളിപ്പറമ്പ് പോലീസ് പിടികൂടി. തളിപ്പറമ്പ് SI KJ വിനോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ രാത്രി 12:30 കുറുമാത്തൂർ പുല്ലാഞ്ഞോട് പുഴക്കരികിൽ വെച്ച് ലോറി പിടിച്ചെടുത്തത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. KL 13K 5184 മിനി ലോറിയാണ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അമ്മ അക്ഷരം അറിവ് പഠന ശില്പശാലയ്ക്ക് ചെറുകുന്നിൽ തുടക്കമായി. പുന്നച്ചേരി സെന്റ് മേരീസ് സ്കൂൾ സംഘടിപ്പിച്ച സെമിനാർ മാടായി AEO VM രാജീവ് ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്ക് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അപജയമാണ് മലയാളം പഠിച്ചില്ലെങ്കിലും മലയാളിയായി ജീവിക്കാമെന്നത്. അല്ലേ? അരമലയാളിക്ക് 6 മലയാളം, 6 മലയാളിക്ക് 100 മലയാളം, ഒരു മലയാളിക്കും മലയാളം ഇല്ല എന്ന് നമ്മുടെ ഒരു ചെറിയ കവി പാടിയിട്ടുണ്ട്. കുരുന്ന മനസ്സുകളിൽ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി. സണ്ണി മാടായി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് VP സജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജോൺസൺ ലാസർ, K ക്രിസ്റ്റീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വാത്മീകം തെയ്യം കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പേരാവൂർ പുരളിമല മുത്തപ്പൻ മഠപ്പുര ഓഡിറ്റോറിയത്തിൽ 20 മുതൽ 25 വരെ തെയ്യം കലാശില്പശാല നടക്കും. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പേരാവൂർ പുരളിമല ഓഡിറ്റോറിയത്തിൽ വെച്ച് 2014 ഒക്ടോബർ 20 മുതൽ 25 തീയതി തെയ്യത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് ഒരു പഠന ശിബിരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ്. പിന്നെ അതിൻ്റെ സമാപന സമ്മേളനങ്ങളിൽ മന്ത്രിമാര് PK മോഹനൻ അവർ അങ്ങനെ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ എല്ലാവരെയും ഫോക്ലോർ അക്കാദമി ചെയർമാൻ, അതുപോലെ പല വിധമായ സാംസ്കാരിക നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അടിസ്ഥാനപരമായ അറിവ് പകരുന്നതിനു വേണ്ടിയാണ് പഞ്ചദിന ശില്പശാല നടത്തുന്നത്. ക്ഷേത്രകലയായ തെയ്യത്തിലെ താളം, ലയം, നൃത്തം, വർണ്ണം, നാട്യം, ഗീതം എന്നിവയെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുകയാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്.
ശില്പശാലയോടനുബന്ധിച്ച് ഗുരുതുല്യരായ ക്ഷേത്ര കലാകാരന്മാരെ ആദരിക്കും. 25-ന് നടക്കുന്ന സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ ഉദ്ഘാടനം ചെയ്യും. നാദസ്വര കച്ചേരി, ഭരതനാട്യം, തായമ്പക തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. രമേശൻ വേശാല, അനിരുദ്ധൻ മാലൂർ, പ്രമോദ് തില്ലങ്കേരി, ജിതിൻ മുരിങ്ങോടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകളുടെ കലവറയാണ് മേളയിൽ തുറക്കപ്പെട്ടത്. മേളയിൽ വിദ്യാർത്ഥികളുടെ കഴിവുകളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള, വിവിധ ക്ലാസുകളുടെ പ്രദർശനം എന്നിവയും നടന്നു. പ്രിൻസിപ്പൽ വി പ്രസന്ന മേള ഉദ്ഘാടനം ചെയ്തു. VHSC പ്രിൻസിപ്പൽ വി രമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. EP ശശിധരൻ, PC പ്രകാശൻ, സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കണ്ണൂർ വൈസ്മെൻസ് ക്ലബ്ബ് നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീൽ ചെയറുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖലദ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഷൻ മാനേജർ P ശൈലേന്ദ്രൻ വീൽ ചെയർ ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രസിഡന്റ് KM ഷാജി, AK രാധാകൃഷ്ണൻ, CK രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. മുട്ടുസൂചി മുതൽ ചൊവ്വ പര്യവേഷണ ഉപഗ്രഹമായ മംഗൾയാൻ വിക്ഷേപണം വരെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന സ്റ്റീൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും പ്രദർശനത്തിൽ അണിനിരന്നു. സയൻസ്, ഗണിതം, സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും നാട്ടുകാരും പ്രദർശനം കാണാനെത്തി. പ്രദർശനം മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ C സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ്, വിജയൻ വടക്കേടത്ത്, K സുരേന്ദ്രൻ, M സുരേശൻ, പ്രജേഷ്, B ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. കണ്ണൂർ രൂപത തീർത്ഥാടന കേന്ദ്രമായ പഴയങ്ങാടി തിരുഹൃദയ ദേവാലയം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ പീറ്റർ കനീഷ് പതാക ഉയർത്തി. പത്ത് നാൾ നീണ്ടുനിൽക്കുന്ന തിരുനാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്നായി വിശ്വാസികൾ എത്തിത്തുടങ്ങി. ആഘോഷ പരിപാടിയുടെ ഭാഗമായി എല്ലാ ദിവസവും ജപമാല, ദിവ്യപൂജ, വചനപ്രഘോഷണം, നൊവേന, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയും നടക്കും. 25-ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നടക്കും. ഒക്ടോബർ 26 ഞായർ തിരുനാൾ ദിനത്തിൽ രൂപത അധ്യക്ഷൻ റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവിന് സ്വീകരണം നൽകും. തിരുനാൾ ബലി, നേർച്ച ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ തിരുനാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ചീഫ് വിപ്പ് PC ജോർജ് വീണ്ടും. സംസ്ഥാനത്തെ ഭരണം തകർന്നെന്നും ഉത്തരവാദി കോൺഗ്രസ് എന്നും PC ജോർജ്. റബ്ബർ സംഭരണ കാര്യത്തിൽ സർക്കാർ മാന്യതയും അന്തസ്സും കാണിക്കണമെന്നും PC ജോർജ്. RSS നേതാവ് കതിരൂരിലെ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി കോടതിയിൽ കീഴടങ്ങിയത് കതിരൂരിലെ നന്ദ്യത്ത് വിനോദ്. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ദുരിതപർവ്വത്തിന് അറുതിയായില്ല. ശുദ്ധജലവും നല്ല ഭക്ഷണവും അടിസ്ഥാന സൗകര്യവും ഇപ്പോഴും അകലെ. രാവിലെ ഹോസ്റ്റലിൽ നിന്നും ഉപ്മാവ് കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും. കൃഷിനാശത്തിനുള്ള ധനസഹായം വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെ ഏത്തവാഴ കൃഷിക്ക് നൽകി വന്ന ധനസഹായവും നിലച്ചു. കർഷകർ ദുരിതത്തിൽ. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച നിയമത്തിലെ അവ്യക്തതയും അവബോധമില്ലായ്മയും സംസ്ഥാനത്തെ കാട കർഷകർ പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.